ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എയർപോർട്ട് ലുക്ക് കണ്ടാലോ. അതിനു മുമ്പ് ഞാൻ സ്കിൻ കെയർ എന്തൊക്കെ ചെയ്തതെന്നും എല്ലാം ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ഞാൻ 2 ഡേയ്സ് മുന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ഫേസ് ഷേവ് ചെയ്യുന്നത് എപ്പോഴും നൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നൈറ്റ് ടൈം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 2 to 3 ഡേയ്സ് മുന്നേ ചെയ്യാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒപ്പീനിയനാണ് ഞാൻ ഈ ചാനലിൽ എല്ലാത്തിലും ഇടുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് തോന്നിയേക്കണ എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും റിസർച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് വർക്കൗട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ഈ ഒരു ഇതെന്നല്ല, ഏത് വീഡിയോയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ പോലെ ഫേസ് ഷേവ് ചെയ്യണത് നൈറ്റ് ടൈമിലായിരിക്കും. അതേപോലെ 2 to 3 ഡേയ്സ് മുന്നേ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യണ മുമ്പ് ഭയങ്കരമായിട്ട് സ്കിൻ സ്ക്രബ് ചെയ്യുക, എക്സ്പോളിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്യില്ല. ഓൾറെഡി നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ജെൻറ്റൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്, ഞാൻ എൻ്റെ കയ്യിലുള്ള സിമ്പിളുടെ ഫേസ് വാഷാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അത് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഒരു അലോവേര ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് മോയ്സ്ചറൈസർ ഉണ്ടോ അത് യൂസ് ചെയ്യുക. പിന്നെ അലോവേര എനിക്ക് അലർജിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ലാണ് ഇവിടെ യൂസ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ഫേസ് ഷേവ് ചെയ്യണത്. അപ്പം ഞാൻ പിന്നെ ഒരിക്കലും റീയൂസ് ചെയ്യാറില്ല, അപ്പം തന്നെ ഡിസ്പോസ് ചെയ്ത് കളയൂട്ടോ. എനിക്കിഷ്ടമല്ല പിന്നെ ഒരിക്കലും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണ സാധനങ്ങൾ. അപ്പം ഞാൻ അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യും. നിങ്ങൾ എൻ്റെ മിക്ക മേക്കപ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൈയാണ് യൂസ് ചെയ്യണം. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഫേസ് യൂസ് ചെയ്യണം. ഞാൻ ഒരിക്കലും ബ്രഷൊന്നും യൂസ് ചെയ്യില്ല. എനിക്കൊരു പേടിയുണ്ട്, ലൈക്ക് ബ്രഷ് അതിലൊക്കെ എന്തെങ്കിലും അഴുക്കുണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൈയാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതേപോലെ യൂസ് ചെയ്യാറുണ്ട് ബ്രഷൊക്കെ. പക്ഷെ മിക്കപ്പോഴും ഞാൻ കൈയായിരിക്കും യൂസ് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. സോ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോയാലോ. സോ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ജെൽ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റമിൻ ഇയുടെയും പിന്നെ മറൈൻ കൊളാജനും കൂടിയ ഒരു ഫേസ് മാസ്ക് ആയിരുന്നു. ഭയങ്കര ജെല്ലി ഫോമായിട്ട് നല്ല എടുക്കാനും പാടായിരുന്നു, ഇങ്ങനെ മാസ്ക് ഇടാനും പാടായിരുന്നു. പക്ഷെ നല്ല മാസ്ക് ആയിരുന്നു കേട്ടോ. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫേസ് ഇരുന്നു. അതുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം അല്ലേ, ഞാൻ ഈ മോയ്സ്ചറൈസറാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പം അത് നല്ലോണം ഫേസിലോട്ട് എൻ്റെ നെക്കിലോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടാൻ പോണത് സൺസ്ക്രീനാണ്. സൺസ്ക്രീനും ഞാൻ സെയിം എപ്പോഴും യൂസ് ചെയ്യണം. സൺസ്ക്രീൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഞാനിവിടെ വിൻ്ററിലാണെങ്കിലും ഈവനിങ് ആണെങ്കിലും പിന്നെ പുറത്തേക്ക് എപ്പോൾ ഇറങ്ങിയാലും ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ മറന്നാലും സൺസ്ക്രീൻ ഞാൻ എന്തായാലും ഇടാതെ പുറത്തിറങ്ങാറില്ല. അപ്പം നിങ്ങളും അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മളങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഞാനിപ്പം എനിക്ക് ഒരു 3 to 4 years ആയി ഇതേപോലെ യൂസ് ചെയ്യണം. എൻ്റെ സ്കിന്നും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ അത് ഏത് സൺസ്ക്രീൻ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വാസ്ലിൻ ലിപ്സിലൊന്ന് പറ്റുന്നുണ്ട് കാര്യം. എൻ്റെ ലിപ്സും എപ്പോഴും ഫേസും ഒക്കെ നല്ല ഡ്രൈ ആണ്. പിന്നെ ഞാൻ ഈ തിരക്കിട്ടാണ് ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാൻ കുറച്ച് നേരം ഉണ്ടായുള്ളൂ പോകാൻ വേണ്ടി. അപ്പം വേഗം സ്പീഡിൽ ചെയ്യണേന്. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു സ്കിൻ ടിൻ്റാണ് യൂസ് ചെയ്യണത്. മേബിലൈൻ്റെ ഫൗണ്ടേഷനേക്കാളും സ്കിൻ ടിൻ്റാണ് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് എല്ലാവർക്കും. അപ്പം നിങ്ങളും സ്കിൻ ടിൻ്റ് യൂസ് ചെയ്യുക. നമ്മുടെ സ്കിന്ന് നാച്ചുറൽ ആയിട്ടിരിക്കുക. അപ്പം മേബിലൈൻ്റെ എല്ലാ പ്രോഡക്ട്സും എനിക്കിഷ്ടമാണ്. ഞാൻ എപ്പോഴും ഈ ഒരു സ്കിൻ ടിൻ്റാണ് യൂസ് ചെയ്യാറ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ എല്ലാം ഓൾറെഡി എൻ്റെ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയിലൊക്കെ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം എൻ്റെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസ്. സോ അതിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്യണത്. എൻ്റെ ഫേവറേറ്റ് എൽഫിൻ്റെ ബ്ലഷായിട്ട് ഇവിടെ യൂസ് ചെയ്യണത്. ബ്ലഷ് ഞാൻ എപ്പോഴും എന്താ പറയുക, മേക്കപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്കിൻ ടിൻറ്റും ബ്ലഷും മാത്രം ഉപയോഗിച്ചാൽ തന്നെ പിന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ നമ്മുടെ മേക്കപ്പ് സിമ്പിളായിട്ട് കഴിയും കേട്ടോ. എന്നാലും ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ എയർപോർട്ട് ലുക്കിന് വേണ്ടി ചെയ്യണമല്ല, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. എല്ലാ പ്രോഡക്റ്റ്സും ഒന്നും യൂസ് ചെയ്യണമല്ല, എപ്പോഴും യൂസ് ചെയ്യണ പോലെ. എന്നാലും എനിക്ക് കിട്ടണ പെട്ടെന്ന് എൻ്റെ മൂഡ് അനുസരിച്ചാണ് ഞാൻ മേക്കപ്പ് ചെയ്യണത്. അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് നൈക്കയുടെ ഐഷാഡോ ആണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ഐഷാഡോ ഇട്ടതിന് ശേഷം ഞാൻ ഐലൈനർ യൂസ് ചെയ്യണത്. ഇതും മെബ്ലൈൻ്റെ തന്നെ യൂസ് ചെയ്യണം, മാറ്റ് എന്ന് പറഞ്ഞ്
ഇതും എൻ്റെ ഫേവറേറ്റ് ആട്ടോ. മേബിളൈൻ്റെ എല്ലാ പ്രൊഡക്ട്സും എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ കണ്ടിന്യൂസ് എല്ലാ വീഡിയോസിലും പറയണ കാര്യമാണത്. പിന്നെ എൽഫിൻ്റെ തന്നെ ഐബ്രോ പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിന് ശേഷം ഞാൻ മസ്കാര ഇടുന്നുണ്ട്. മസ്കാര ഞാൻ റെവല്യൂഷൻ്റെ ഉണ്ട് യൂസ് ചെയ്യണത് ഇവിടെ, വോളിയം എന്ന് പറഞ്ഞ്. ഇത് നല്ല മസ്കാര ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വോയിസിലും ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്യണം. മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഒരു പാലറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല. പീച്ച് ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. അപ്പോൾ എൻ്റെ എയർപോർട്ട് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. സോ ഇനി വേറൊരു ദിവസം കണ്ടാലോ. ബൈ.